378 എന്നുള്ളൊരു ചേസിങ്ങിലോട്ട് ഇറങ്ങിയ ശ്രീലങ്കയ്ക്ക് ശരിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു 28 റൺസ് വരെ വലിയ കുഴപ്പമില്ലാണ്ട് പോയെങ്കിലും പിന്നീട് അങ്ങോട്ട് വിക്കറ്റുകൾ പോയി തുടങ്ങി. ഓരോ ഇടവേളകളിൽ കറക്റ്റ് ആയിട്ട് വിക്കറ്റ് പോയതുകൊണ്ട് തന്നെയാണ് ആ ഒരു ചേസിങ്ങിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഡോമിനൻസ് ശ്രീലങ്കയ്ക്ക് ഉണ്ടായില്ല. പിന്നെ കഴിഞ്ഞ മാച്ചിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ശ്രീലങ്കയിലെ സതീര സമരവിക്രമ എന്നൊരു പ്ലെയർ ആൾ തന്നെയാണ് ഇത്തവണയും കുഴപ്പമില്ലാണ്ട് കളിച്ചത്. 44 ബോളിൽ 52 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സഹനും കുഴപ്പമില്ലാണ്ട് കളിച്ചു 38 റൺസ് എടുത്ത സമയത്ത് നമ്മുടെ വനുജ സഹൻ 62 റൺസ് എടുത്തിട്ട് കുറച്ചേരൊന്ന് പൊരുതിയിരുന്നു. അതുപോലെ തന്നെ അവസാനം തൊട്ട് 39 റൺസ് എടുത്ത് വിജയകാന്തും വനുജയ്ക്ക് ഒരു സപ്പോർട്ട് കൊടുത്തു. അങ്ങനെ ഇവരൊക്കെ കളിച്ചെങ്കിലും ആ ഒരു ചേസിങ്ങിന്റെ എൻഡിലോട്ട് എത്താൻ വേണ്ടി പറ്റിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു ഇടയ്ക്കുള്ള വിക്കറ്റുകളാണ് ശരിക്കും അവർക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവസാനം ഒരു ഫൈനൽ മാച്ചിൽ 66 റൺസിന്റെ ബിഗ് വിൻ തന്നെ ഇന്ത്യക്ക് അടിക്കാൻ പറ്റിയെന്നുള്ളതും ഏറ്റവും നല്ല പ്രത്യേകതയാണ്. അങ്ങനെ ആ ഒരു മാച്ച്, എ സീരീസിലെ മാച്ച് ഇന്ത്യ ജയിക്കുകയാണ് ചെയ്തത്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് യശ് താക്കൂറും വിപ്രാജ് നിഗവും 3 വിക്കറ്റുകൾ എടുത്തിട്ട് ലീഡിംഗ് ആയിട്ട് നിന്ന സമയത്ത് അനുകുൽ റോയ് 2 വിക്കറ്റ് എടുത്ത് കട്ട സപ്പോർട്ട് ചെയ്തു. തിലക് വർമ്മയും അതുപോലെ തന്നെ അശോക് ശർമ്മയും ഓരോ വിക്കറ്റുകൾ എടുത്തിട്ട് ബൗളിംഗ് അറ്റാക്കിന് മൂർച്ച കൂട്ടി. അങ്ങനെ നമ്മുടെ സീനിയർ ടീം ആ ഒരു അഫ്ഗാനിസ്ഥാന്റെ കൂടെയുള്ള സീരീസ് ജയിച്ച സമയത്ത് ഇവിടെ ട്രൈ നേഷൻ സീരീസിൽ നമ്മുടെ എ ടീമും കൂടി ഗംഭീരമായിട്ട് തന്നെ ആ ഒരു ഫൈനൽ മാച്ചിൽ ജയിക്കാൻ പറ്റി. അതും 66 റൺസിന്റെ ബാറ്റിങ്ങും ബൗളിങ്ങും ഒരേപോലെ കരുത്ത് കാണിച്ച് 1-2 മാച്ചിലൊക്കെ ലക്ക് നമുക്ക് ഫേവറബിൾ അല്ലാത്തതുകൊണ്ട് തോറ്റിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും അങ്ങനെ നമ്മൾ ആ ഒരു ഫൈനൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വിൻ തന്നെയാണ് ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ളത്.